ഇന്ന് നമുക്ക് പെട്ടെന്നൊരു ചക്കപ്പഴം പൊരി ഉണ്ടാക്കിയാലോ? ഇതിന്റെ കുരൊക്കെ എടുത്തു മാറ്റി രണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ടെടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ അരിപ്പൊടിയും 1/4 ടീസ്പൂൺ സോഡപ്പൊടി ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 4 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലത്തെ തിക്ക് ബാറ്റർ ആക്കി എടുക്കുക. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ചക്ക കഷ്ണങ്ങളും മാവിൽ മുക്കിയിട്ടൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അടിഭാഗം വെന്തതിൻ്റെ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതാ അടിഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അടുത്ത് ഇതുപോലെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. വീണ്ടും ഇതുപോലെ ഒന്ന് മറിച്ചിട്ടെടുത്തിട്ട് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴം പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്കയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.